സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. പുതുതായി എത്തിയ തന്നെ മുഖ്യമന്ത്രി ചേർത്തു നിർത്തുന്നതിൽ അഭിമാനമുണ്ടെന്നും ഡോക്ടർ പി സരിൻ 24-നോട് പറഞ്ഞു. ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ ഇന്നൊരു വ്യത്യസ്തമായ പരിപാടിയിലാണ് ഇടത് സ്ഥാനാർത്ഥി ഉള്ളത്. അദ്ദേഹം ഒരു കളരിയിലാണ്. ഈ കളരിയുടെ പേരെന്തായിരുന്നു ചേട്ടാ? CVN കളരി പുത്തൂർ CVN കളരിയിലാണുള്ളത്. ആ ആശാനുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ സരിനുണ്ട്. രാവിലെ തന്നെ ചില അംഗങ്ങളൊക്കെ ചില പയറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതെ, കളരി പഠിച്ചിട്ടുണ്ടോ സ്ഥാനാർത്ഥി? കളരി പഠിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ടൈം കിട്ടിയില്ല. മോഹൻലാൽ പറയുന്നത് ടൈം കിട്ടി, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. ആശാനെ പോലുള്ള ഒരാളൊക്കെ നമ്മുടെ അവിടെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും പഠിച്ചേനെ. മുഖ്യമന്ത്രിയോടൊപ്പം ഒരേ വേദിയിൽ നിൽക്കുന്ന സമയത്ത് കയ്യൊക്കെ ഉയർത്തിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും മിടുക്കനായ ഒരാളെയാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്ത് തോന്നുന്നു ആ നിമിഷം? മുഖ്യമന്ത്രി ആദ്യത്തെ പൊതുവേദിയിൽ എന്നെ അടുത്തേക്ക് വിളിച്ച് പ്രസംഗത്തിനിടയിൽ നിർത്തിക്കൊണ്ടാണ് കൈപിടിച്ച് പൊക്കി ജനങ്ങളുടെ മുന്നിൽ നമ്മളെ അവതരിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ഇടതുപക്ഷത്തിന് ഒരു മനസ്സാണ് എല്ലായ്പ്പോഴും എന്നുള്ളതും, ആ പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് ഇടതിന്റെ ശരികൾ ജനങ്ങളുടെ ശരികളാണ് എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി, ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഒരു മുന്നണിയുടെ രാഷ്ട്രീയ വിജയം, കേരളത്തിന്റെ വിജയം പാലക്കാടിലൂടെ എങ്ങനെ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ലേശം വൈകി പോയി എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. ദാസാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തിയെന്ന് പറഞ്ഞ് ആവേശം കൊള്ളുന്നുണ്ട് കോൺഗ്രസ്സുകാർ. തൊട്ടപ്പുറത്ത് വലിയ റോഡ് ഷോ ഒക്കെ ആയിരുന്നു ഇന്നലെ സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ. അങ്ങനെ വല്ല തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത വിഷയങ്ങൾ ഞാൻ ഇതുവരെ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഈ വിഷയവും അങ്ങനെ തന്നെയാണ്. ഞാനതിന് ഒരു തരത്തിലും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാലക്കാടിന്റെ രജിസ്ട്രേഷൻ നമ്പർ കൂടിയാണ് 9 എന്നുള്ളത്. പ്രചാരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.